നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നോക്കൂ, ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. തംബ്നെയിലിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കാരണം സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാർ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാനെത്തുന്ന നിങ്ങൾ അവരുടെ വീഡിയോയിലുള്ള അല്ലെങ്കിൽ അവരുടെ 5 യൂട്യൂബ് ചാനൽസിലൂടെ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കാര്യം പിടിയിട്ടിട്ടുണ്ടാവും, ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ, അഹാന കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ 2 ദിവസം മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് സിന്ധു കൃഷ്ണ, ഇഷാനി കൃഷ്ണ, അഹാന കൃഷ്ണ, ഹൻസിക കൃഷ്ണ, ഇവരുടെ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ 4 സ്ത്രീകൾ അവർ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ബിസിനസ് സംരംഭം, അതായത് ഒരു സാരിയുടെ ഒരു ഓൺലൈൻ സ്റ്റോർ. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ എന്നോ പ്രൊമോഷൻ വീഡിയോ എന്നോ അല്ലെങ്കിൽ ഒരു ലോഞ്ച് വീഡിയോ എന്നൊക്കെ പറയാം. 2 ദിവസം മുന്നേ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോൻ്റെ അടിയിൽ അവരുടെ വ്യൂവേഴ്സ് കുറച്ച് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ കമൻ്റാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നോക്കൂ, നമ്മൾ ഓരോ കാര്യം ലൈഫിൽ ചെയ്യുന്നതിനും ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ ചെയ്തതിനൊക്കെ ഓരോ ഉദ്ദേശം ഉണ്ടാവും. അതേപോലെ നമ്മൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിനും നമ്മളൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്തിനാണ് നമ്മൾ ഈ ഒരു ബിസിനസ് കച്ചവടം തുടങ്ങുന്നത്? നമ്മൾ എന്ത് പ്രൊഡക്ട്സാണ് സെല് ചെയ്യുന്നത്? നമ്മൾ ആരിലേക്കാണ് ഈ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നത്? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു പ്രൈസ് ഫാക്ടറിനെ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ എത്രയാണ് പണം ഇതിന് കൊടുക്കേണ്ടത് എന്നുള്ളത്, എത്ര പ്രൈസാണ് വരുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ ഒരു മിഡിൽ ക്ലാസ് അല്ലാതെ, ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെറ്റാണെന്ന് അറിയില്ല, നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. കുറച്ചൊരു പ്രീമിയം കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഈ ഒരു സാരിയുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബൊട്ടീക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് സ്പഷ്ടമായിട്ട് അവരുടെ വീഡിയോ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഒരു കമൻറ്റ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കമൻറ്റ്, സാരി എല്ലാം പണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റാണ്, 13,000 14,000 ഒക്കെ സാധാരണക്കാർ ഇവരുടെ വീഡിയോസ് കണ്ട് സഹായിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബേസിക്കലി ഇവരൊരു യൂട്യൂബ് ചാനൽ കണ്ട് സമയം ചിലവാക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്ന് അവർ പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വീഡിയോ നോക്കാം. സ്വാഭാവികമായിട്ടും അങ്ങനെ കാണുന്നവരിലേക്ക് മുന്നിലേക്ക് അവരൊരു പുതിയ ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കുറ്റപ്പെടുത്തൽ എന്ന് തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ഇവരുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് മില്യൺസ് വ്യൂ പോകുന്നുണ്ട്. ഇത് ഏകദേശം 3-4 ലക്ഷം ആൾക്കാരെ കണ്ടിട്ടുള്ളത്, മില്യൺസ് ഓഫ് വ്യൂസ് പോകുന്നുണ്ട്. ഇതെല്ലാം സാധാരണക്കാരാണ് വീഡിയോസ് കാണുന്നത്. ഈ വീഡിയോസ് കാണുന്നതെന്ന് വളരെ നിസ്സാരമായിട്ട് പറയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് എന്ന് ഞാൻ കരുതുന്ന ഒരു സംഭവമുണ്ട്, സമയം. മനസ്സിലായോ? നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടിട്ടുള്ളത്. അത് ഏത് രീതിയിൽ വൈസ്ലി, അത് ഏത് രീതിയിൽ ചിലവഴിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന സമയം ആണ് അവരുടെ ക്യാപിറ്റൽ എന്ന് കരുതുന്ന ഒരുപാട് പേര്, സീരിയസ്ലി ഞാനും അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇവർ അങ്ങനെ ഇതുകൊണ്ട് മാത്രം പണക്കാരായവരല്ല, അവർ ഓൾറെഡി ദേ ആർ റിച്ച്. പക്ഷേ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലാണെന്നുള്ളത്. മെയിൻ സോഴ്സ് എന്നല്ല, അവരുടെ ഗുഡ് സോഴ്സ് ഓഫ് ഇൻകം, വലിയൊരു ഹ്യൂജ് തന്നെ വരുന്നത് യൂട്യൂബ് ചാനലുകളിൽ നിന്നാണ്. ഇത് കാണുന്നത് സാധാരണക്കാരായ പ്രേക്ഷകരാണ്. അപ്പോൾ അവർ ഇതുപോലത്തെ ഒരു സാരി ബ്രാൻഡ്, ഇപ്പോൾ സ്പെഷ്യലി ലേഡീസ് ആയിരിക്കും അവരുടെതൊക്കെ കാണുന്നത്. അപ്പോൾ സ്പെഷ്യലി ഒരു സാരി ബ്രാൻഡ് അവർ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് അവർ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൽ പോയി നോക്കുന്ന സമയത്ത് ഇതിലുള്ള, ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ലിങ്കിൽ പോയി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഇതിൻ്റെ സാരികൾ നോക്കുന്ന സമയത്ത്, ഷോപ്പ് നോക്കുന്ന സമയത്ത് സോർട്ട് ചെയ്യുന്നു ഞാൻ, പ്രൈസ് ലോ ടു ഹൈ. ഏറ്റവും ലോവസ്റ്റ് സാരി ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. 6,400 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസസ് 14,000. അപ്പോൾ അതായത് 6,000 മുതൽ 14,000 രൂപ വരെയുള്ള സാരികളാണ് അവർ ഈ ഷോപ്പിലൂടെ കൊടുക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ എന്താണ് ഈ ഷോപ്പ് എന്നുള്ളതിൻ്റെ എന്താണ് ഇവരുടെ അബൌട്ട് സെക്ഷനിൽ പറയുന്നുണ്ട്. This brand was born because our followers have been admiring our fashion for years. ഈ ബ്രാൻഡ് ജനിച്ചത് ഞങ്ങളുടെ ഫോളോവേഴ്സ് ഒരുപാട് വർഷങ്ങളായി ഞങ്ങളുടെ ഫാഷനെ അഡ്മയർ ചെയ്യുന്നത് കൊണ്ടാണ്. The desire to give back that love is what brought us to Sia. അതായത് ആ ഒരു അഡ്മിറേഷൻ, അവരുടെ ഫാഷൻ കണ്ട് ഇഷ്ടപ്പെടുന്ന സംഗതി തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള അതാണ് ഇവരെ ഇതുപോലത്തെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു. ഇതാണ് ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു ഇതിൻ്റെ ഞങ്ങൾ തിരിച്ചു തരുന്നു. അവർ തരുന്നത് സാധാരണക്കാരും തിരിച്ചു കൊടുക്കുന്നത് പ്രീമിയം കസ്റ്റമേഴ്സിനും ആണ് എന്നാണ് കമൻറ്റ് ബോക്സിലൂടെ പോകുന്ന സമയത്ത് കുറ്റപ്പെടുത്തലുകൾ കാണുന്നത്.
നോക്കൂ, ഇതിൽ വേറെയുണ്ട്. ഒരു മിനിറ്റ്, അയ്യോ, ചെക്ക് ദി വെബ്സൈറ്റ്. ഒരു മിനിറ്റ്. ഇതാ, their target is only rich people, not for common subscribers. ടോപ്പ് പ്രീമിയം ബ്രാൻഡ് കളക്ഷൻ ഇസ് വാട്ട് ഇഷാനി സെഡ്. അവർ ശരിയാണ്, അവർ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് സാധാരണക്കാർക്കുള്ളതല്ല, പ്രീമിയം കസ്റ്റമേഴ്സ്, അതായത് കുറച്ച് പണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇത് പറഞ്ഞിട്ടാണ് തരുന്നത്. ഇനി കമൻറ്റ് ബോക്സിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് ഇവരുടെ വീഡിയോ എന്നുള്ളത് നോക്കാം. ആ വീഡിയോ കാണുന്ന സമയത്തിന് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഇതെന്താ സംഭവം അറിയോ? ഞാൻ ഇവരെ കുറ്റപ്പെടുത്തില്ല. ഞാൻ എപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇത് ഇവർ നമുക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ കുറ്റപ്പെടുത്താൻ കാണുന്നവരെയാണ്. നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അമ്മ പറ. വേണ്ട, അമ്മ പറയട്ടെ. ഇല്ല, ഒരു ചേഞ്ച് നിഷാനി പറ. ഓക്കെ, സോ വി ഹാവ് എ ന്യൂ ബിഗിനിങ്. ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസൊക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സാരി എവിടെ നിന്നാണ് മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസൊക്കെ എവിടെ നിന്നാണ് സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ. അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത്, ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ. ഇതൊക്കെ ഒരു ബിസിനസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പേഴ്സണലി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും വല്ലാതെ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കണ്ടു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തിട്ടുള്ളത്, അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലേ തരേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം കമൻറ്റ് ബോക്സിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് എത്തിക്കാൻ വി വാണ്ടഡ് ടു ഡു സംതിങ്. അതുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിങ് എ ബ്രാൻഡ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷനാണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ? ഈ ഒരു യെസ്, ഈ ഒരു തോട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി സാരി എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കൂടുതൽ പീസസ് എടുത്തുകൂടാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റേറ്റസും കാര്യങ്ങളും ആലോചിച്ച് നോക്കും, അവരുടെ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ടി സാരി എടുക്കുന്ന സമയത്ത് അതിൽ എക്സ്ട്രാ പീസസ് അവരെ കാണുന്നവർക്ക് വേണ്ടി കൂടി എടുക്കുന്നു. അതായത് അവരുടെ അതേപോലെ തന്നെ ഈ ഒരു സാരിക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനം മാത്രമാണ് അവരിത് കൊടുക്കുന്നതുള്ള ക്ലിയർ മെസ്സേജാണ് അവർ തന്നിട്ടുള്ളത്. പക്ഷെ കമൻറ്റ് ബോക്സിലേക്ക് ഇത് വരുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിനൊന്നും തോന്നിയിട്ട് കാര്യമില്ല. കാരണം അവർ വളരെ ക്ലിയർ ആയിട്ട് വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സാരി ഷോപ്പ് ചെയ്യുന്ന സ്ത്രീകൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, ഇതുപോലത്തെ ഹാൻഡ് പിക്ക് ചെയ്ത സാരി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഷോപ്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കല്യാൺ, ജയലക്ഷ്മി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2000-നും 3000-നൊക്കെ കൊടുക്കുന്ന സാരികളൊക്കെ 1500-2000 ഒന്നും മോശമെന്നല്ലാട്ടോ പറയണത്. അത് കൊടുക്കുന്ന സാരികൾ ഒരുപാട് പീസസ് അവൈലബിൾ ആയിരിക്കും. അത് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി ഇപ്പോൾ 8000, 10000 ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നമ്മൾ സാരി ഷോപ്പ് ചെയ്യുന്ന ആളല്ല, പക്ഷെ എന്നാലും പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും 9000, 10000-നൊക്കെ നമ്മൾ ഒരു സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾ സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് റെയറായിരിക്കും, എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊരു കുറച്ച് ലിമിറ്റഡ് പീസസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അങ്ങനെ ആവുന്ന സാരികൾക്ക് അല്ലെങ്കിൽ ഏത് ക്ലോതിങ് ഇതാണെങ്കിലും അതിന് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പ്രൈസ് കൂടും. അത് സത്യമാണ്. ാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡായിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ യെസ്, ഇതാണ് സംഭവം. ഒരു ഡ്രോപ്പ് ചെയ്ത സംഗതിയൊക്കെ ഒറ്റയടിക്ക് പോയിട്ടുണ്ട്. വെബ്സൈറ്റിൽ ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല. കുറേ നോക്കുന്ന സമയത്ത് ഈ ചെറിയ പ്രൈസിനുള്ള ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ അവർ ഇത് ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് റേഞ്ചാണ്. ലിമിറ്റഡ് റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് സംഗതി ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പ്രൈസ് കൂടിപ്പോവും. അത് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ അങ്ങനെ പറയല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ അവരുടെ വീഡിയോ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ സമയം അതിന് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക, എൻ്റർടൈൻമെൻറ്റ് പേർപ്പസായിട്ട് തള്ളിക്കളയുക. അല്ലാണ്ട് ഇവരെ കൊണ്ടൊന്നും ഒരു ഉപകാരം കിട്ടുന്നില്ല. ഇവരൊക്കെ ആരെക്കൊണ്ടും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുള്ള ചാനലുകളാണ് ഈ തരക്കടില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ എൻ്റെ കേസും പറയുന്നില്ല. ഇപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് തരുന്ന ചാനൽ കാണുന്നത് അറ്റ്ലീസ്റ്റ് ഗെറ്റിംഗ് സം സോർട്ട് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. അല്ലാത്ത സംഭവം എനിക്കറിയില്ല. എൻ്റർടൈൻമെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷ ചെയ്യുന്നവർ മാത്രം ഇതിൽ നോക്കുക. അല്ലാതെ ഇവരൊന്നും എന്തെങ്കിലും തിരിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ചാനലുകളിൽ പോയി നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ കമൻറ്റുകൾക്കൊരു ഹാർട്ട് പോലും തിരിച്ചു കിട്ടിയൊരു ചരിത്രമില്ല. പിന്നെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എടുത്തിട്ട് അവരുണ്ടാക്കി എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാരി കൊടുക്കുന്നത്? ഇനി അത് കൊടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതോ അല്ലെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു എതിർപ്പാണ് അവിടെ പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു ചെയ്യണം എന്നുള്ളത് അതൊരു വളരെ ബാലിശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. കളക്ഷൻ ഡ്രോപ്പ് വളരെ കുറച്ച് പീസസ് ഉള്ള, എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിൻ്റെ ഒരു ഡ്രോപ്പ്. ലിമിറ്റഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺ വെൻ വി അനൗൺസ് ദ ഡ്രോപ്സ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ്. അതാണ് സംഭവം, മനസ്സിലാക്കുക. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് തോന്നുന്നുണ്ട് ആൾക്കാർ കയറി പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇതല്ലാന്ന്. ഇപ്പോൾ എന്താ പറയുക അതായത് ഈ ഇവരുടെ വീഡിയോസ് കാണുന്നതേ സാധാരണക്കാരാണ്. അപ്പോൾ അവർ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് പറഞ്ഞിട്ട് നേരെ പോയി ഞെക്കി നോക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന സാരി 1500-നും 2000-നും കിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അവർ മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഇത്ര ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇവരൊന്നും കുറ്റപ്പെടുത്തില്ല, ഞാൻ കാണുന്നവരെയും കുറ്റപ്പെടുത്തല്ല. ഇങ്ങനത്തെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇതേമാതിരി നന്മ ഉണ്ടാവുന്ന സ്ഥിതിയിൽ ആരുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ജീവിതത്തിൽ നിന്ന്. ഇതുപോലെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് പ്രതീക്ഷിച്ച് പോവാതിരിക്കുക. അവരൊരു പുതിയ ബ്രാൻഡ് തുടങ്ങിയതാണ്. പിന്നെ പല ആൾക്കാർ ഇതിൻ്റെ കമൻസിൽ പറയുന്നുണ്ട് ഓബയോസി ഉണ്ടല്ലോ, അവരുടെ ഒരു മകൾ തുടങ്ങിയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കമ്മലും വളയൊക്കെ അവിടെ കിട്ടുമല്ലോ പറയുന്നുണ്ട്. എന്തായാലും ടു ബി ഓണസ്റ്റ്, ഓബയോസി ഈസ് അഫോർഡബിൾ മിഡിൽ ക്ലാസ് ഫാമിലി ബിസിനസ് പീപ്പിൾ. ഷീസ് ഓൾവേസ് അതായത് ഓബയോസി അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. കൃഷ്ണകുമാർ ഫാമിലിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണക്കാർ ആണ്. ബട്ട് ഈ പേജ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്ത് യൂസ് ആണുള്ളത്? അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റാണ് 13,000 14,000 ഒക്കെ ഒരു സാരിയുടെ റേറ്റ്. ട്രൈ ടു ഗെറ്റ് സാരീസ് ഇൻ മിഡ് റേഞ്ചസ് അറൗണ്ട് 4,000-5,000 നോക്കൂ, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കിട്ടും എന്നും പറയുന്നുണ്ട്. ബിക്കോസ് ഇഫ് someone wants a saree of this range they would rather go to an offline store rather than picking from a few collection. അതായത് അവർക്ക് ഇങ്ങനത്തെ സാരികൾ വേണമെന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബിഗ് ബ്രാൻഡ്സിലേക്ക് പോയിക്കൂടെ എന്ന്. മനസ്സിലായോ? അങ്ങനത്തെ പിന്നെ ഒരുപാട് പേര് നല്ല കമൻസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓവർ പ്രൈസ്ഡ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് 7,000, ഡിസപ്പോയിൻറ്റഡ്, നോട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിൽ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യം തന്നെ ഉള്ളൂ. ഞാൻ തോന്നുന്നവരെ കുറ്റം പറയണമെന്നില്ല. പക്ഷേ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കേസിൽ നിന്നൊക്കെ എന്ത് എക്സ്പെക്ട് ചെയ്യാനാണ്? അവർ ഓൾറെഡി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പ്രീമിയം ബ്രാൻഡാണെന്നുള്ളത്, ലിമിറ്റഡ് ബ്രാൻഡ്. ഇപ്പോൾ ഷർട്ടൊക്കെ നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ പ്രീമിയം ബ്രാൻഡ്സ് ചെയ്യുന്ന സമയത്ത് വളരെ ഫ്യൂ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ ഫ്യൂ ഷർട്ട് ഉണ്ടാവുള്ളൂ, എല്ലായിടത്തും കാണാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മളൊരു 1000 രൂപയ്ക്ക് 800 രൂപയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, ഷോപ്പിംഗ് മോൾ ഇറങ്ങി കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ഷർട്ട് ഇട്ടിട്ട് ഒരുപാട് പേരെ കാണും. ഇതാണ് ഈ ഒരു ഡിഫറൻസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും. പറ്റുമെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഇല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.